സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ പ്രതിഷേധം. നാടൻ പാട്ടുവേദിയിൽ സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം. വേദി മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകലാകാരന്മാരുടെ കൂട്ടമാണ് പ്രതിഷേധിക്കുന്നത്. അജീഷ് ജയകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. അജീഷ്, എന്താണ് ഈ പ്രതിഷേധത്തിനിടയാക്കിയ സംഭവം? വിവരങ്ങൾ. ഈ രാവിലെ 9 മണിക്കാണ് 18-ാം നമ്പർ വേദിയിൽ നാടൻ പാട്ട് മത്സരങ്ങൾ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ കുട്ടികളുടെ പരിശീലകരും അതേപോലെ തന്നെ നാടൻ പാട്ട് സംഘം, അതായത് ഈ കേരളത്തിലെ പല നാടൻ പാട്ടുകാരുടെയും കൂട്ടമാണ്, അവരുടെ സംഘടനയാണ്. അവരുടെ ആ സംഘടനയാണ് ഇപ്പോൾ ഇവിടെ ഈ വേദിയിലെത്തി പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവർ ആരോപിച്ചത് ഇവിടെ സൗകര്യങ്ങൾ തീരെ ഇല്ല എന്നാണ്. നമുക്കിപ്പോൾ അവർ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറയും എന്തൊക്കെ അസൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന്. ചേട്ടാ, നിങ്ങൾക്ക് ഇത് വന്നിട്ട് ഇവിടെ പരിശോധിച്ചപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് തോന്നിയത്? മെയിനായിട്ട് ഈ ഹാള് തന്നെ നാടൻ പാട്ട് മത്സരത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു ഹാളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പാട്ടും കൊട്ടും കൂടെ ആകുമ്പം ഇതിനകത്ത് മുഴങ്ങി കേൾക്കും. ഇപ്പോൾ പാട്ട് ഏതാണെന്നോ കൊട്ട ഏതാണെന്നോ വരികൾ ഏതാണെന്നോ വ്യക്തമാകാത്തൊരു സാഹചര്യം. പ്രത്യേകിച്ച് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നവർക്ക് പോലും വരികളോ പാട്ടുകളോ വ്യക്തമാകാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇത് നിരന്തരം ഇതിൻ്റെ സംഘാടക സമിതി ഈ വേദി നിശ്ചയിച്ചപ്പോൾ തന്നെ കേരളത്തിലെ നാടൻ പാട്ടുകാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം ഈ സംഘാടക സമിതിയോട് ആവശ്യപ്പെട്ടതാണ് ഇത്തരമൊരു ശുഷ്കിച്ച അല്ലെങ്കിൽ ഇത്ര ശോചനീയാവസ്ഥയുള്ളൊരു വേദിയിൽ ഒരു കാരണവശാലും നാടൻ പാട്ട് മത്സരം നടത്തരുത് എന്ന് ഇതിൻ്റെ സംഘാടകരോട് അറിയിച്ചതാണ്. കഴിഞ്ഞ ദിവസവും അറിയിച്ചതാണ്. എന്നിട്ടും അവർ അതിന് ഒരു തരത്തിലുമുള്ള പരിഹാരവും കാണാതെ കേരളത്തിലെ നാടൻ പാട്ടെന്ന ജനകീയ കലാരൂപത്തെ, ഇന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും നാടൻ പാട്ടുകാരുണ്ട്, നാടൻ പാട്ട് കലാസംഘങ്ങളുണ്ട്. അവരെ അപമാനിക്കത്തക്ക രീതിയിലാണ് ഇത്തരമൊരു നീക്കവുമായി ഇതിൻ്റെ സംഘാടകർ പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വേദി കാണുമ്പോൾ തന്നെ അറിയാം, 2 ഓട്ട സ്പീക്കറാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിനകത്ത് പാടിക്കഴിഞ്ഞാൽ അതിനകത്ത് വരികളോ വാക്കുകളോ അതിൻ്റെ കൊട്ടോ പാട്ടോ ഒന്നും വ്യക്തമാകാത്ത രീതിയിലുള്ള 2 സൗണ്ട് സിസ്റ്റം, അതും നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. അവരത് കേൾക്കുക പോലും ചെയ്യുന്നില്ല. ഇതിനെക്കാട്ടിലും അവർ പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു 1-ാം വേദിയിൽ തന്നെ നാടൻ പാട്ടുകൾ, മെയിൻ വേദിയിൽ തന്നെ ഇത്രയും ജനകീയമായിട്ടുള്ള കലാരൂപം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ വേദിയിലെ കലാരൂപങ്ങൾ പിന്നെ എങ്ങോട്ട് മാറ്റും, അവിടെ ഡാൻസ് ഒക്കെ അല്ലേ നടത്തുന്നത്, അവിടെ ക്ലാസിക്കൽ ഐറ്റംസ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നു ഈ ക്ലാസിക്കൽ ഐറ്റത്തിനോടൊക്കെ ചേർത്ത് വെക്കാൻ പറ്റാത്ത കലാരൂപമാണ് എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത്. നാടൻ പാട്ടുകളെ ഇത്രയധികം അവഹേളിക്കുന്ന ഒരു അവസ്ഥ ഈ സംഘാടകരോട് ഇപ്പൊ പറഞ്ഞപ്പോൾ അവർക്ക് വേദി മാറ്റാൻ തടസ്സമുണ്ടെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഈ വേദി മാറ്റുന്ന കാര്യം പറയണ്ട, അല്ലാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്. എന്തായാലും നാടൻ പാട്ട് വേദിയിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നത്. വേദി മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകൂട്ട് സംഘം രംഗത്തെത്തിയിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.